ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോയിലേക്ക് കിടക്കാമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കുമ്പിളപ്പം, ചിലയിടത്ത് പൂച്ചയപ്പം, ഇടനീലയപ്പം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് പറയുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ആവശ്യമായ സാധനങ്ങൾ: ചക്കപ്പഴം, ശർക്കര, തേങ്ങ ചിരകിയത്, ഏലക്ക, ജീരകം, അരിപ്പൊടി, റവ, ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഇടനീലയാണ്. ഇടനീല അല്ലെങ്കിൽ വാഴയില നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇടനീല ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ആ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. തയ്യാറാക്കുന്ന വിധം: കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ ചക്കപ്പഴം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ചിലർ ഈ ചക്കപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരുപാട് ഈസിയാണ് ഈ രീതിയിൽ അരച്ചെടുക്കുന്നത്. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ കുമ്പിളപ്പത്തെ മുഴുവനായിട്ടും നമ്മൾ ആ ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നന്നായിട്ട് വരും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൂടാതെ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. ഇത് നമ്മൾ ചക്കപ്പഴം അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കണം. അതിനുവേണ്ടി നമുക്കൊന്നെങ്കിൽ മിക്സി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്താൽ മതിയായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കുമ്പിളപ്പത്തിൻ്റെ അരിമാവും തേങ്ങയുമായിട്ട് നല്ലതായിട്ട് ഒട്ടിയിരുന്ന് നല്ല സെറ്റായിട്ടിരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇടുവാണ്. കാരണം അത് രണ്ടും നന്നായിട്ട് മിക്സ് ആക്കണം. അതിനോടൊപ്പം തന്നെ ശർക്കരയും നമ്മൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള ചക്കപ്പഴമാണെങ്കിൽ നമ്മളിങ്ങനെ ശർക്കര ചേർക്കേണ്ട കാര്യമില്ല. അടുത്തതായി നമുക്ക് ഏലക്കായും ജീരകവും നമുക്കൊന്ന് അരച്ചെടുത്ത് അതിലേക്ക് ഇടണം. അതിനുശേഷം നമുക്ക് റവ മിക്സ് ചെയ്യാനായിട്ട് റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് അരിപ്പൊടി ഇടേണ്ടത്. പിന്നെ ഈ കുമ്പിളപ്പത്തിൽ റവ എല്ലാവരും യൂസ് ചെയ്യുന്നില്ല. കാരണം നമുക്കൊരു ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കുമ്പിളപ്പത്തിൽ റവ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ചക്കപ്പഴവും അരിപ്പൊടിയൊക്കെ ആയിട്ട് നല്ലതായിട്ട് മിക്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്കൊരു പാകത്തിനൊരു നുള്ളു ഉപ്പിടാം. കാരണം ഉപ്പ് ഓവറായി പോലെ സൂക്ഷിക്കണം. അടുത്തതായി നമുക്ക് ഇടനീല ഉപയോഗിച്ച് കുമ്പിൾ കുത്താം. ഇടനീല നന്നായി കഴുകി തുടച്ച് വൃത്തിയുള്ളതായിരിക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഇല കോണാകൃതിയിൽ മടക്കി അതിനുള്ളിൽ മാവ് വെച്ച് നിറയ്ക്കുക. അതിനുശേഷം ഇലയുടെ തണ്ട് വരുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇടനീല ഇല്ലെങ്കിൽ നമുക്ക് വാഴയില ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. വാഴയിലയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയിൽ അല്പം വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് മാക്സിമം നമ്മുടെ ഈ ഇലയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അടുത്തത് കുമ്പിളപ്പം വേവിക്കാനായിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം പിടിച്ച് തിളപ്പിക്കാൻ വെക്കുകയാണ്. ആ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തട്ടിട്ട് കൊടുക്കുന്നു. പിന്നെ അതിന് മുകളിലേക്ക് നമ്മുടെ കുമ്പിളപ്പം ഓരോന്നോരോന്നായി നിരത്തി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ കുമ്പിളപ്പം നന്നായി അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മുടെ പാത്രം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. എന്നിട്ടൊരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് നമുക്കത് മൂടി വയ്ക്കണം. അന്നേരത്തേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ.
ഇപ്പം നമ്മുടെ കുമ്പിൾ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യാണ്. ഓ എന്നാ സ്മെല്ലാണ് എൻ്റെ പൊന്നളിയ. നല്ല അടിപൊളിയായിട്ടുണ്ട് സാധനം. നല്ല സ്മെല്ല്, നല്ല ഏലക്കായുടെ ഒക്കെ സ്മെല്ല് കിട്ടുന്നുണ്ട് നന്നായിട്ട് തന്നെ. നമുക്കൊരു 4-5 എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒരു 4-5 എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരെണ്ണം പതുക്കെ എടുത്തിട്ട് സ്പൂണ് വെച്ചൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് പതുക്കെ ഒന്ന് കഴിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് ഓപ്പൺ ആക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.